നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആരാണ് യഥാർത്ഥ സുഹൃത്തുക്കളും ബന്ധുക്കളും? ഇവയെ നിർവചിക്കേണ്ടത് എങ്ങനെയാണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അന്ന് അയാൾ വീട്ടിലുള്ളവരോടെല്ലാം പറഞ്ഞു, ഇന്നെനിക്ക് വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. അതിനാൽ നമുക്ക് അയൽക്കാരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയുമെല്ലാം ഭക്ഷണത്തിന് വിളിക്കാം. മകൻ ഫോണിലൂടെയും പുറത്തിറങ്ങിയും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊരു ആപൽഘട്ടത്തിലാണ്, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. കുറച്ചുപേർ മാത്രം അത് കേട്ട് വീട്ടിലേക്കെത്തി. സഹായിക്കാൻ എത്തിയവരോട് സത്യം തുറന്നു പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. പാതിരാവരെ നീണ്ട ആ ആഘോഷത്തിനിടയ്ക്ക് അച്ഛൻ മകനോട് ചോദിച്ചു, ഇവരൊക്കെ ആരാണ്? നീ നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചില്ലേ? മകൻ പറഞ്ഞു, ഒന്നും ചിന്തിക്കാതെ നമ്മെ സഹായിക്കാൻ ഓടിയെത്തിയവരാണിവർ. ഇവരാണ് യഥാർത്ഥ ബന്ധുക്കളും സുഹൃത്തുക്കളും. വ്യക്തിപരമായ താല്പര്യങ്ങളോടെയാണ് പലരും പല കാര്യങ്ങളിലും ഏർപ്പെടുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി കൂടെ നിൽക്കുന്നവരായിരിക്കും പലരും. സന്തോഷത്തിൽ പങ്കുചേരുക എന്ന ഉദ്ദേശത്തിൽ വരുന്നവർ കുറവായിരിക്കും. ക്ഷണമില്ലാഞ്ഞിട്ടും അവർ കയറി വന്ന സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ക്ഷണിക്കപ്പെടാൻ യോഗ്യതയുള്ളവരെ കണ്ടെത്താൻ എളുപ്പം സാധിക്കും. സന്തോഷത്തിൽ പങ്കുചേരാൻ മാത്രമേ ആളുകളെ വിളിച്ചു വരുത്താൻ സാധിക്കുകയുള്ളൂ. സങ്കടങ്ങളിൽ, പ്രതിസന്ധികളിൽ അവർ കണ്ടറിഞ്ഞു വരണം. ആഘോഷങ്ങളിൽ നമുക്ക് എല്ലാവരും കാണുക സമ്മാന പൊതികളുമായി പ്രത്യക്ഷപ്പെടാം. എന്നാൽ ആപത്തുകളിൽ ആരും അറിയാതെ ആശ്രയമായി തീരാം. ശുഭദിനം.